നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യലിലെ രണ്ടാമത്തെ യൂണിറ്റായ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നോക്കുള്ളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ലോർഡ് കഴ്സൺസ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ഈ ലോർഡ് കഴ്സൺ അല്ലെങ്കിൽ കഴ്സൺ പ്രഭു ബംഗാൾ പാർട്ടീഷൻ നടത്തിയില്ലേ, എന്തായിരുന്നു അതിൻ്റെ റീസൺ? എന്തായിരുന്നു അങ്ങനെ ബംഗാൾ പാർട്ടീഷൻ നടത്താനുള്ള കാരണം എന്തായിരുന്നു? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? ടു വീക്കൻ ദ നാഷണലിസ്റ്റിക് മൂവ്മെന്റ് ലെഡ് ബൈ കോൺഗ്രസ് എസ്പെഷ്യലി ഇൻ ബംഗാൾ. അതായത് കോൺഗ്രസ് നേതൃത്വം വഹിച്ച നാഷണലിസ്റ്റിക് മൂവ്മെന്റ്, ദേശീയ സമരങ്ങളെ അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭങ്ങളെ വീക്കൺ ചെയ്യുക, ദുർബലപ്പെടുത്തുക, എസ്പെഷ്യലി ഇൻ ബംഗാൾ, പ്രത്യേകിച്ച് ബംഗാളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാഷണലിസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു കോൺഗ്രസ് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ എന്ത് ചെയ്യണം? വീക്കൺ ചെയ്യുക, ദുർബലപ്പെടുത്തുക എന്നുള്ളത്. പിന്നെന്താണ്? ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡ് കഴ്സൺ പാർട്ടീഷൻഡ് ബംഗാൾ ഇൻറ്റു 2, രണ്ടായിട്ട് എന്ത് ചെയ്തു? പാർട്ടീഷൻ ചെയ്തു. ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കഴ്സൺ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തു, അല്ലെ, വിഭജിച്ചു രണ്ടായിട്ട്. എന്തൊക്കെയായിട്ടാണ്? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും. ഹി ജസ്റ്റിഫൈഡ് ദാറ്റ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ന്യായം, അദ്ദേഹത്തിന്റെ ന്യായീകരണം, അല്ലെ, അദ്ദേഹത്തിന്റെ ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു? എക്സിസ്റ്റിംഗ് ബംഗാൾ വാസ് വാസ്റ്റ്. ഇപ്പോൾ നിലനിൽക്കുന്ന ബംഗാൾ എന്ന് പറയുന്നത് വാസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വിസ്തൃതിയുള്ളതാണ്. പാർട്ടീഷൻ വാസ് നെസസറി ഫോർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് പാർട്ടീഷൻ വളരെ നെസസറിയാണ്, അത്യാവശ്യമാണ്. എന്തിനാണ്? ഫോർ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണം നിർവഹണത്തിന് വേണ്ടിയിട്ട് എന്താണ്? പാർട്ടീഷൻ വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഈ കഴ്സൺ പ്രഭു അല്ലെങ്കിൽ ലോർഡ് കഴ്സൺ പറഞ്ഞ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യായീകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് വാസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? എന്നാൽ ബംഗാൾ പാർട്ടീഷന്റെ റിയൽ മോട്ടീവ്, പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന്. ബംഗാൾ വാസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ നാഷണലിസ്റ്റിക് മൂവ്മെന്റ്. ഈ നാഷണലിസ്റ്റിക് മൂവ്മെന്റ് വളരെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്, അല്ലെ. സ്ട്രോങ് ഹോൾഡ് എന്ന് വെച്ചാൽ ശക്തി കേന്ദ്രമായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. ഏതിന്റെ ശക്തി കേന്ദ്രം? നാഷണലിസ്റ്റിക് മൂവ്മെന്റിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പിന്നെന്താണ്? ഇഫ് ദ ബംഗാൾ പ്രൊവിൻസ് വാസ് ഡിവൈഡഡ് ഇൻ ടു, ഈ ബംഗാൾ പ്രവിശ്യയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ദ നാഷണലിസ്റ്റിക് മൂവ്മെന്റ് വുഡ് ബി വീക്കൻഡ്. ഈ നാഷണലിസ്റ്റിക് മൂവ്മെന്റ് എന്താവും? വീക്കൻ ആവും, അല്ലേ, അത് ദുർബലപ്പെടും, ദേശീയ പ്രസ്ഥാനം ദുർബലപ്പെടും. ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ഓൾസോ എയിംഡ് ടു വീക്കൻ ദ സ്ട്രഗിൾസ് ലെഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചിരുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും ബ്രിട്ടീഷ് അധികാരികൾക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അധികാരികൾ. എയിംഡ് എന്ന് വെച്ചാൽ അവർ ലക്ഷ്യം വെച്ചു. എന്താ ലക്ഷ്യം വെച്ചത്? ടു വീക്കൻ എന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തുക. എന്ത് ദുർബലപ്പെടുത്തുക? ദ സ്ട്രഗിൾസ് ലെഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചിരുന്ന സ്ട്രഗിൾസ് അല്ലെങ്കിൽ പോരാട്ടങ്ങളെ അല്ലെങ്കിൽ സമരങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ബ്രിട്ടീഷ് അതോറിറ്റീസിനുണ്ടായിരുന്നു. എങ്ങനെയാണ്? ത്രൂ ദ ബംഗാൾ പാർട്ടീഷൻ. ഈ ബംഗാൾ പാർട്ടീഷനോട് കൂടി അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനത്തോടു കൂടി അങ്ങനെ ഒരു ലക്ഷ്യവും ബ്രിട്ടീഷ് അധികാരികൾക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ബ്രിട്ടീഷ് വൈസ്രോയി ഹു ക്യാരിഡ് ഔട്ട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. വാട്ട് റീസൺ ഡിഡ് ഹി ഗീവ് ഫോർ ഇറ്റ്? അതായത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ബംഗാൾ പാർട്ടീഷൻ ക്യാരിഡ് ഔട്ട് ചെയ്ത് നടപ്പിലാക്കിയത്? വാട്ട് റീസൺ ഡിഡ് ഹി ഗീവ് ഫോർ ഇറ്റ്? എന്ത് റീസൺ ആണ് അതിന് അദ്ദേഹം നൽകിയത്? ആരാണ്? ലോർഡ് കഴ്സൺ പ്രഭു ആയിരുന്നു എന്താണ് ബംഗാൾ പാർട്ടീഷൻ നടപ്പിൽ വരുത്തിയ വൈസ്രോയി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ റീസൺ എന്തായിരുന്നു? ആർഗ്യൂഡ് ദാറ്റ് എക്സിസ്റ്റിംഗ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ വാസ് വേസ്റ്റ്. അദ്ദേഹം ആർഗ്യൂ ചെയ്തു, എന്ന് വെച്ചാൽ വാദിച്ചു. എന്താ വാദിച്ചത്? എക്സിസ്റ്റിംഗ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ, ഇപ്പോൾ നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ, പ്രൊവിൻസ് എന്ന് വെച്ചാൽ പ്രവിശ്യ, ബംഗാൾ പ്രൊവിൻസ് അല്ലെങ്കിൽ ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത് വാസ്റ്റ്, വളരെ വാസ്റ്റ് ആണ്, വിസ്തൃതമാണ്. ആൻഡ് പാർട്ടീഷൻ വാസ് നെസസറി ഫോർ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പാർട്ടീഷൻ വളരെ നെസസറി ആണ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ് എന്നാണ് കഴ്സൺ പ്രഭു എന്ന് പറഞ്ഞ റീസൺ. അടുത്തത്, വെൻ വാസ് ദ പാർട്ടീഷൻ എഫക്റ്റഡ്? എന്നാണ് പാർട്ടീഷൻ നടന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത്? ഒക്ടോബർ 16, 1905, 1905 ഒക്ടോബർ 16 എന്തോ നിലവിൽ വന്നത്? പാർട്ടീഷൻ നിലവിൽ വന്നത്, അല്ലേ, ആ വിഭജനം അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ, ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ഹു കമ്പോസ്ഡ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോനാർ ബംഗാൾ? അമർ സോനാർ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പാട്രിയോട്ടിക് സോങ് എന്താണ് എഴുതിയത് അല്ലെങ്കിൽ എഴുതിയത് ആരാണ്?
രവീന്ദ്രനാഥ ടാഗോർ ആണ് അമർ സോന ബംഗ്ല എന്ന ഒരു പാട്രിയോട്ടിക് സോങ് എന്ന് വെച്ചാൽ എന്താണ്, ദേശഭക്തി ഗാനം, അങ്ങനെയുള്ള ഒരു ദേശഭക്തി ഗാനം രചിച്ചത്. അടുത്തത്, ഹൗ വാസ് ബംഗാൾ ഡിവൈഡഡ്? ബംഗാൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? എന്തൊക്കെയായിട്ടാണ് ബംഗാൾ ഡിവൈഡ് ചെയ്തത്? ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻറ്റു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ബംഗാളിനെ ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈസ്റ്റ് ബംഗാൾ വാസ് മുസ്ലിം മെജോറിറ്റി. ഈസ്റ്റ് എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി റീജിയൻ ആയിരുന്നു. ആൻഡ് വെസ്റ്റ് ബംഗാൾ വാസ് എ ഹിന്ദു മെജോറിറ്റി റീജിയൻ. അടുത്തത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് പോളിസീസ് ടേൺഡ് ഇൻടു എ മാസീവ് സ്ട്രൈക്ക് നോൺ ആസ് സ്വദേശി മൂവ്മെന്റ്. ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, ബ്രിട്ടീഷ് പോളിസീസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ പോരാട്ടം ടേൺഡ് ഇൻ ടു എ മാസീവ് സ്ട്രൈക്ക് നോൺ ആസ് സ്വദേശി മൂവ്മെന്റ്. അത് എന്തായി മാറി? ഒരു മാസീവ് സ്ട്രൈക്കായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു ബഹുജന പ്രക്ഷോഭമായി മാറി. ഇതാണ് സ്വദേശി മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. മാസീവ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ബഹുജന പ്രക്ഷോഭം. അടുത്ത, ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വാസ് എനർജൈസ്ഡ് ബൈ ദ സ്വദേശി മൂവ്മെന്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എനർജൈസ് ആയത് അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെട്ടത് ഏതോടുകൂടിയാണ്? സ്വദേശി മൂവ്മെന്റോട് കൂടിയാണ്, ബൈ ദ സ്വദേശി മൂവ്മെന്റ്. ദ മെയിൻ മോഡ് ഓഫ് സ്ട്രഗിൾ ഓഫ് ദിസ് മൂവ്മെന്റ് വാസ് ദ യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്. ഈ ഒരു സ്ട്രഗിളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിൻ്റെ മെയിൻ മോഡ്, പ്രധാനപ്പെട്ട മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമര രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് യൂസ് ചെയ്യുക, ആൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക എന്നതായിരുന്നു. സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയം എന്നതായിരുന്നു. സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയം. The main objective of this movement was to eliminate the trade revenue received by the British. The main objective, പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ, സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാസ് എന്താണ്? ടു എലിമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക. എന്തില്ലാതാക്കുക? ദ ട്രേഡ് റവന്യൂ, കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം, റിസീവ്ഡ് ബൈ ദ ബ്രിട്ടീഷുകാർ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന ട്രേഡ് റവന്യൂ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയാണ് സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ച്. അടുത്തത്, ലിസ്റ്റ് സം ഓഫ് ദി ഇൻഡസ്ട്രീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ആസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ വരവോടുകൂടി ഇന്ത്യയിൽ കുറച്ച് ഇൻഡസ്ട്രീസും കുറച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കുറേ കാര്യങ്ങളൊക്കെ വന്നു. അതെന്തൊക്കെയായിരുന്നു എന്ന്. ഒന്നാമത്തത് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ബംഗാൾ കെമിക്കൽ സ്റ്റോർ വന്നു. ആരാണ് അതിൻ്റെ ആൾ? ആചാര്യ പി സി റോയ് കൊണ്ടുവന്നതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അടുത്ത സ്വദേശി സ്റ്റോർ ആരാ കൊണ്ടുവന്നത്? രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവന്നത് വി ചിദംബരം പിള്ളൈ. അടുത്ത സ്റ്റീൽ ഫാക്ടറി കൊണ്ടുവന്നത് ജംഷഡ്ജി ടാറ്റ. മനസ്സിലായോ? സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നു, കുറേ ഇൻഡസ്ട്രീസും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഒക്കെ നിലവിൽ വന്നു. അത് ഏതൊക്കെയായിരുന്നു? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആചാര്യ പി സി റോയ്, സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ ടാഗോർ, പിന്നെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി വി ചിദംബരപ്പിള്ള, പിന്നെ സ്റ്റീൽ ഫാക്ടറി ജംഷഡ്ജി ടാറ്റ. റൈറ്റ് ദ ഇൻഫ്ലുവൻസ് ഓൺ ദ സ്വദേശി മൂവ്മെൻറ്റ് ഓൺ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സ്വദേശി മൂവ്മെൻറ്റ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ വരുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ. ദ കോമൺ പീപ്പിൾ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ കോമൺ പീപ്പിൾ, വിമൻ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ബിക്കം പാർട്ടിസിപ്പൻസ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, വിമൺ സ്ത്രീകൾ, പിന്നെ ആൻഡ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഓഫ് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ ഒക്കെ എന്ത് ചെയ്തു? ബിക്കെയിം പാർട്ടിസിപ്പൻസ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. പാർട്ടിസിപ്പൻസ് ആയി എന്ന് വെച്ചാൽ പങ്കാളികളായി. ഏതിൽ? ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളും സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, അതാണ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അതിൽ എന്തായി? പാർട്ടിസിപ്പൻസ് ആയി, പങ്കാളികളായി. രണ്ടാമത്തെ പോയിന്റ്, ഇൻഫ്ലുവൻസ്ഡ് കൾച്ചർ, എഡ്യൂക്കേഷൻ, എക്കണോമി ആൻഡ് പൊളിറ്റിക്സ്. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ സ്വാധീനം ചെലുത്തി. ഏതിലൊക്കെ? കൾച്ചർ എന്ന് വെച്ചാൽ സംസ്കാരം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, എക്കണോമി സാമ്പത്തികം, പൊളിറ്റിക്സ് രാഷ്ട്രീയം, ഇതിലൊക്കെ ഇത് എന്ത് ചെയ്തു? സ്വാധീനം ചെലുത്തി.
ഏതാണ് സ്വാധീനം ചെലുത്തിയത്? ഈ സ്വദേശി മൂവ്മെൻറ്റ് കേട്ടോ. അടുത്തത്, സ്പ്രെഡ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് അറ്റ് ദ നാഷണൽ ലെവൽ. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നാഷണൽ ലെവലിലേക്ക്, അതെങ്കിൽ ദേശീയ തലത്തിലേക്ക് സ്പ്രെഡായി അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ സ്വദേശി ആസ് എ ന്യൂ വേ ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. എന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വെച്ചാൽ സംഭാവന ചെയ്തു. എന്താണ്? സ്വദേശി എന്ന് പറയുന്ന ആ ഒരു ആസ് എ ന്യൂ വേ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, ആ ഒരു സമരമാർഗം, ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വഴി, ഒരു പുതിയൊരു മാർഗമായ സ്വദേശിയെ കോൺട്രിബ്യൂട്ട് ചെയ്തു. സ്വദേശി എന്നുള്ള പുതിയ സമരമാർഗം കോൺട്രിബ്യൂട്ട് ചെയ്തു, സംഭാവന ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ബ്രോട്ട് ദ നാഷണൽ സ്ട്രഗിൾ ക്ലോസർ ടു ദ കോമൺ പീപ്പിൾ. ഈ കോമൺ പീപ്പിളിലോട്ട് കൂടുതൽ അടുപ്പിച്ചു നാഷണൽ സ്ട്രഗിളിനെ. കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നാഷണൽ സ്ട്രഗിളിനെ, ദേശീയ സമരത്തെ ക്ലോസറായി എന്ന് വെച്ചാൽ അടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, എത്തിച്ചു എന്നും പറയാം, സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ദ വർക്കിംഗ് മെത്തേഡ്സ് ഓഫ് ദി മോഡറേറ്റ്സ് വിത്ത് ദോസ് ഓഫ് ദ എക്സ്ട്രീമിസ്റ്റ് ഇൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഈ നാഷണൽ മൂവ്മെൻറ്റിൽ ഈ മോഡറേറ്റ്സിൻ്റെയും എക്സ്ട്രീമിസ്റ്റിൻ്റെയും വർക്കിംഗ് മെത്തേഡ് എങ്ങനെയായിരുന്നു അതിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രീമിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ മോഡറേറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കണം. നോക്കിയോളൂ, മോഡറേറ്റ്സ്. ദ മോഡറേറ്റ്സ് വെയർ നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ. മോഡറേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മിതവാദികളാണ്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്. അപ്പോൾ നോക്കിയോളൂ, മോഡറേറ്റ്സ്. ദ മോഡറേറ്റ്സ് വെയർ നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഓപ്പൺ സ്ട്രഗിൾ അല്ലേ, ഒരു തുറന്ന യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് മോഡറേറ്റ്സ് എന്തായിരുന്നില്ല? വെയർ നോട്ട് റെഡി. മോഡറേറ്റ്സ് റെഡി ആയിരുന്നില്ല. They propagated their ideas through peaceful and bloodless struggles, meetings, speeches and resolutions. അതായത് ഈ നമ്മുടെ മോഡറേറ്റ്സ് പ്രൊപ്പഗേറ്റഡ് ദെയർ ഐഡിയാസ്, അവരുടെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, വ്യാപിപ്പിച്ചിരുന്നത് ഏതിൽ കൂടിയായിരുന്നു? പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്. പീസ്ഫുൾ എന്ന് വെച്ചാൽ സമാധാനപൂർണ്ണവും ബ്ലഡ്ലെസ് രക്തരഹിതവുമായ സ്ട്രഗിൾസിലൂടെ അല്ലെങ്കിൽ പോരാട്ടങ്ങളിലൂടെ, മീറ്റിംഗ്സിലൂടെ, യോഗങ്ങളിലൂടെ, പിന്നെ സ്പീച്ചസ് പ്രസംഗങ്ങളിലൂടെ, ആൻഡ് റെസല്യൂഷൻസ് പ്രമേയങ്ങളിലൂടെ ഒക്കെ ആയിരുന്നു. മനസ്സിലായോ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ദാദാഭായ് നവറോജി വേർ ദ പ്രൊമിനന്റ് ലീഡേഴ്സ് ഓഫ് ദി മോഡറേറ്റ്സ്. മോഡറേറ്റ്സിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ഈ പറയുന്ന ആൾക്കാർ. ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. നിങ്ങൾക്ക് എക്സ്ട്രീമിസ്റ്റും ഈ മോഡറേറ്റ്സും ഒക്കെ തരും. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ എക്സ്ട്രീമിസ്റ്റ് ആരൊക്കെയാണ്, മോഡറേറ്റ്സ് ആരൊക്കെയാണ് എന്നിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അതിൻ്റെ അകത്തുള്ള നേതാക്കളുടെ പേര് കേട്ടോ. അപ്പോൾ അത് നോക്കി വെച്ചേക്കണം. അപ്പോൾ മോഡറേറ്റ്സിൽ ആരൊക്കെയാണ് വരുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, പിന്നെ ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെയായിരുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രീമിസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ. ദ എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റഡ് റെവല്യൂഷണറി മെത്തേഡ്സ് ഓഫ് ആക്ഷൻ ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. എക്സ്ട്രീമിസ്റ്റ് സ്വീകരിച്ചത് റെവല്യൂഷണറി മെത്തേഡ്സ് ഓഫ് ആക്ഷൻ, വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിരുന്നു, ഒരു പ്രവർത്തന രീതിയായിരുന്നു എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റഡ് റെവല്യൂഷണറി മെത്തേഡ് ഓഫ് ആക്ഷൻ അല്ലെ, വിപ്ലവകരമായ പ്രവർത്തന രീതിയായിരുന്നു എക്സ്ട്രീമിസ്റ്റിൻ്റേത്. അതിന് എക്സാമ്പിളാണ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. സ്വദേശി എന്നും ബോയ്ക്കോട്ട് എന്നും ഒക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. They argued that freedom could be achieved only through strong open struggle. അവർ വാദിച്ചത് എന്തായിരുന്നു? ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ്. ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേടുന്നത് ഏതിൽ കൂടിയാണ്? ഓൺലി ത്രൂ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾ. വളരെ ശക്തമായിട്ടുള്ള തുറന്ന യുദ്ധത്തിലൂടെ, ഓപ്പൺ സ്ട്രഗിൾ, തുറന്ന പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഫ്രീഡം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അവർ വാദിച്ചത്. ആര്? എക്സ്ട്രീമിസ്റ്റ് വാദിച്ചത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ് വേർ പ്രൊമിനന്റ് ലീഡേഴ്സ്. എക്സ്ട്രീമിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. മനസ്സിലായോ? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് അറ്റ് ദ സൂററ്റ് കോൺഗ്രസ് സെഷൻ 1907? 1907 സൂററ്റ് കോൺഗ്രസ് സെഷനിൽ അല്ലെങ്കിൽ സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന്. 1907 INCയുടെ സമ്മേളനം നടന്നത് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത്?
എന്താണ് സംഭവിച്ചത്? ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ബിക്കം അക്യൂട്ട് അറ്റ് ദ സൂററ്റ് കോൺഫറൻസ് ഇൻ 1907. 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചിട്ട് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ഭിന്നതകൾ, അവർ തമ്മിലുള്ള ഭിന്നതകൾ എന്തായി? അക്യൂട്ട് രൂക്ഷമായി അക്യൂട്ടായി. ദിസ് ലെഡ് ടു എ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്. ഇത് കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചു, കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുന്നതിലേക്ക് നയിച്ചു. അതാണ് സൂററ്റ് കോൺഗ്രസ് സെഷൻ 1907 സംഭവിച്ചത്. മനസ്സിലായല്ലോ? ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ഇംപ്ലിമെന്റഡ് ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ ത്രൂ ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്? കോൺഗ്രസിലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഭിന്നതയുണ്ടായി. അതിലൂടെ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള ആ ഒരു പോളിസി, ആ ഒരു നയം ഇംപ്ലിമെന്റ് ചെയ്തത് എങ്ങനെയാണെന്ന്. The British took advantages of the split in the Congress very skillfully. ബ്രിട്ടീഷുകാർ കോൺഗ്രസിലുണ്ടായിരുന്ന ആ ഒരു പിളർപ്പ് അല്ലെങ്കിൽ ആ ഒരു ഭിന്നത വളരെ സ്കിൽഫുള്ളായിട്ട് അല്ലെങ്കിൽ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തി. This allowed the British to implement their policy of divide and rule more effectively. ഇത് അലോ ചെയ്തു, ഇത് അനുവദിച്ചു ഏതിലോട്ട്? ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് ദെയർ പോളിസി. ബ്രിട്ടീഷുകാർക്ക് അവരുടെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക. എന്താണ് അവരുടെ പോളിസി? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അവരുടെ ആ പോളിസി വളരെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് ഇതിലൂടെ സാധിച്ചു. ദ ബ്രിട്ടീഷ് ടുക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ അഗൈൻസ്റ്റ് ദ എക്സ്ട്രീമിസ്റ്റ്. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തതെന്ന് അറിയാമോ? എക്സ്ട്രീമിസ്റ്റിനെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു. ദ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ് ആൻഡ് ജയിൽഡ്. ലീഡേഴ്സ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടച്ചു. എക്സ്ട്രീമിസ്റ്റിൻ്റെ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മെനി ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ബാലഗംഗാധര തിലക് വെയർ എക്സൈൽഡ്. കുറേ ലീഡേഴ്സിന് അവരെന്ത് ചെയ്തു? എക്സൈൽ ചെയ്തു. എക്സൈൽ എന്ന് വെച്ചാൽ നാട് കടത്തി, സ്വന്തം നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, നാട് കടത്തി. എക്സൈൽഡ് എന്ന് വെച്ചാൽ നാട് കടത്തുക. ആൻഡ് മെനി ലീഡേഴ്സ് ക്വിറ്റ് പൊളിറ്റിക്സ്. ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നയങ്ങൾ കാരണം കുറേ ലീഡേഴ്സ് പൊളിറ്റിക്സ് എന്ത് ചെയ്തു? ക്വിറ്റ് ചെയ്തു, ഉപേക്ഷിക്കാൻ കാരണമായി. ഇതാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ ഒരു പോളിസി ഈ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റോട് കൂടി ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഇൻ വിച്ച് ഇയർ ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫൗണ്ടഡ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലേ, സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു സംഘടന നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന്? 1906, 1906. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു? ഓർഗനൈസേഷൻ ഫോർ ദ മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ സ്വദേശി ബാന്ധവ് സമിതി ഫോംഡ് ബൈ. സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് ആരാണ്? അശ്വിനി കുമാർ ദത്ത്. ആരാണ്? അശ്വിനി കുമാർ ദത്ത്. കേട്ടോ, സ്വദേശി ബാന്ധവ് സമിതി. വാട്ട് വെയർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ സ്വദേശി ബാന്ധവ് സമിതി? ഈ സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, പ്രൊവൈഡ് ഫിസിക്കൽ ട്രെയിനിങ് ടു വോളണ്ടിയേഴ്സിന് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുക, കായിക പരിശീലനം കൊടുക്കുക അല്ലേ. പ്രൊവൈഡ് ഫിസിക്കൽ ട്രെയിനിങ് ടു വോളണ്ടിയേഴ്സിന്. അടുത്തത്, രണ്ടാമത്തത്, ഹെൽപ്പ് ദോസ് ഹൂ സഫർ ഫ്രം എപ്പിഡമിക്സ് ആൻഡ് അതർ എയിൽമെൻറ്റ്സ്. അതായത് ഹെൽപ്പ് ചെയ്യുക. എങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം? ദോസ് ഹൂ സഫർ ഫ്രം എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ മൂലം ദുരിതം അനുഭവിക്കുന്നവരെയും പിന്നെ ആൻഡ് അതർ എയിൽമെൻറ്റ്സ് മറ്റുള്ള രോഗങ്ങൾ മൂലം സഫർ എന്ന് വെച്ചാൽ ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യുക. മനസ്സിലായോ? ഹെൽപ്പ് ദോസ് ഹൂ സഫർ ഫ്രം എപ്പിഡമിക്സ് ആൻഡ് അതർ എയിൽമെൻറ്റ്സ്. എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ മൂലമും പിന്നെ അതർ എയിൽമെൻറ്റ്സ് മറ്റുള്ള രോഗങ്ങൾ മൂലമും സഫർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക. അത് രണ്ടാമത്തെ അവരുടെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത്, എസ്റ്റാബ്ലിഷ് സ്വദേശി വിദ്യാലയങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. ഇത്രയാണ് സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്ന സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ്. സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ചത് ആരാണ്? അശ്വനി കുമാർ ദത്ത്. അടുത്ത, ദ ബ്രിട്ടീഷ് ഇംപ്ലിമെന്റഡ് സം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ടു മിറ്റിഗേറ്റ് പോപ്പുലർ ആങ്കർ ആൻഡ് ഇൻഫ്ലുവൻസ് മോഡറേറ്റ്സ് ഇൻ കോൺഗ്രസ്. റൈറ്റ് എക്സാമ്പിൾ. അതായത് ബ്രിട്ടീഷുകാർ ചില അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്തിനാണ്? ടു മിറ്റിഗേറ്റ് പോപ്പുലർ ആങ്കർ. ഈ ജനങ്ങളുടെ ആങ്കർ എന്ന് വെച്ചാൽ അവരുടെ ദേഷ്യം, ജനരോഷം മിറ്റിഗേറ്റ് ചെയ്യാൻ, തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഇൻഫ്ലുവൻസ് മോഡറേറ്റ്സ് കോൺഗ്രസ്സിലെ മോഡറേറ്റ്സിനെ, മിതവാദികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഏതൊക്കെയാണ്? ദ മിൻറ്റോ മോർലി റിഫോംസ് ഓഫ് 1909. 1909
മിൻറ്റോ മോർലി റീഫോംസ്. മിൻറ്റോ മോർലി എന്താണ് ഭരണപരിഷ്കാരം കേട്ടോ. മിൻറ്റോ മോർലി റീഫോംസ് എന്നാൽ അത് 1909. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വന്നത് 1906. 1907 സൂററ്റ് കോൺഗ്രസ് സെഷൻ. അതിലാണ് കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും പിന്നെന്താണ് മോഡറേറ്റ്സ് എന്ന് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. പിന്നെ വന്നത് മിൻറ്റോ മോർലി റീഫോംസ് 1909. ഈ വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് വാട്ട് വേർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ദ മിൻറ്റോ മോർലി റീഫോംസ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. ഒന്നാമത്തത് പ്രൊവിഷൻസ് ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസ്. മുസ്ലിംസിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ. മുസ്ലിങ്ങൾക്ക് ആ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളത് കേട്ടോ. അത് ഒന്നാമത്തത്. രണ്ടാമത്തത് എക്സ്പാൻഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളുടെ പവറും അവരുടെ ഫങ്ഷൻസും. പവർ എന്ന് വെച്ചാൽ അവരുടെ അധികാരം അല്ലേ, അവരുടെ അധികാരം. അതും പിന്നെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അതാണ് രണ്ടാമത്തത്. മനസ്സിലായല്ലോ. ഇതാണ് മിൻറ്റോ മോർലി റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൂ വെയർ നോൺ ആസ് ലാൽ ബാൽ പാൽ. പറഞ്ഞിട്ടുള്ളതാണ്. ആരൊക്കെയാണ് ലാൽ ബാൽ പാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ലാലാ ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്ര പാൽ. അടുത്തത് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷ് പോളിസിയായ ഡിവൈഡ് ആൻഡ് റൂൾ, അതിന് 2 എക്സാമ്പിൾസ് ഏതാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു പോളിസിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ പോളിസി ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ 2 എക്സാമ്പിൾസ്? ഒന്നാമത്തത് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ പാർട്ടീഷൻ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം. രണ്ടാമത്തത് മിൻറ്റോ മോർലി റീഫോംസ് അല്ലെ, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇങ്ങനെ 2 എണ്ണമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോളിസിക്ക് 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ വിച്ച് ഇയർ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട്. ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്ത ഏത് വർഷമാണ്? 1914, 1914 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എയിം ഓഫ് ദി ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗിന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു എന്ന്. The aim of the Home Rule League was to attain home rule or self-government. ഹോം റൂൾ ലീഗിൻ്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു അറ്റെയിൻ എന്ന് വെച്ചാൽ നേടുക. എന്ത് നേടുക? ഹോം റൂൾ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ സ്വയംഭരണം നേടിയെടുക്കുക അല്ലെങ്കിൽ ഹോം റൂൾ നേടിയെടുക്കുക. അതായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം? ഹോം റൂൾ ലീഗിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലെഡ് ബൈ ഈ ഹോം റൂൾ ലീഗിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ആനി ബസന്റും ബാലഗംഗാധര തിലകും. ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക് ആൻഡ് ആനി ബസന്റ്. അടുത്തത് ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെസ്പോണ്ട് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗിൻ്റെ ആക്ടിവിറ്റീസിനെതിരായിട്ട് ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന്, ബ്രിട്ടീഷുകാർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഹോം റൂൾ ലീഗിൻ്റെ ആക്ടിവിറ്റിയോടനുബന്ധിച്ച്? നോക്കിയോളൂ. ദ ബ്രിട്ടീഷ് റിയലൈസ്ഡ് ദാറ്റ്. ബ്രിട്ടീഷുകാർ റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ഹോം റൂൾ ലീഗ്സ് ആക്ടിവിറ്റീസ് വെയർ എ ത്രെറ്റ് ടു ബ്രിട്ടീഷ് സുപ്രീമസി. ഹോം റൂൾ ലീഗിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സുപ്രീമസിക്ക്, ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഒരു ത്രെട്ട് എന്ന് വെച്ചാൽ ഭീഷണിയാണ് എന്ന് ബ്രിട്ടീഷുകാർ റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി. സോ ദ ഗവൺമെൻറ് അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് ആനി ബസന്റ്. അങ്ങനെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് അവരെ തടങ്കലിൽ പാർപ്പിച്ചു, ഇംപ്രിസൺ ചെയ്തു, അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ആൻസർ മനസ്സിലായല്ലോ. ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഏത് വർഷമാണ് അവർ പ്രസിഡന്റ് ആയതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 1917 കൽക്കട്ട സെഷനിലാണ്. കൽക്കട്ട കോൺഗ്രസ് സെഷനിലായിരുന്നു ആനി ബസന്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത്. എന്നായിരുന്നു? 1917. അത് പഠിച്ചോളണം കേട്ടോ. 1917 കോൺഗ്രസ് സെഷൻ കൽക്കട്ട. കോൺഗ്രസ് സെഷൻ നടന്ന എവിടെയായിരുന്നു? കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിലാണ് ആനി ബസന്റ് എന്തായത്? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC കേട്ടോ. അപ്പോൾ INCയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. ഏത് വർഷമാണ്? 1917. ഏത് കോൺഗ്രസ് സെഷനായിരുന്നു? ഏത് സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസ് സെഷനായിരുന്നു? കൽക്കട്ടയിൽ കേട്ടോ. What were the important decisions taken at the annual conference of the Congress in 1916 was held in Lucknow. അതായത് 1916 കോൺഗ്രസ് സെഷൻ INCയുടെ സെഷൻ നടന്നത് ലക്നൌവിൽ വെച്ചായിരുന്നു. ലക്നൌവിൽ വെച്ച് നടക്കുന്ന സെഷനൊക്കെ ഭയങ്കര ലക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു ആ ലക്നൌവിൽ വെച്ച് നടന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യുണൈറ്റ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും യുണൈറ്റ് ആയി
അവർ ഒന്നിച്ചു. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്തു? യുണൈറ്റ് ആയി, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു. രണ്ടാമത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഷുഡ് വർക്ക് ടുഗദർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അവർ രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആരെ തുരത്താനാണ്? ബ്രിട്ടീഷുകാരെ തുരത്താൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടാൾക്കാർ ഒരുമിച്ച് ചേർന്ന ഒരു ലക്കാണ് ലക്നൌവിൽ വെച്ച് 1916 നടന്ന കോൺഗ്രസ് സെഷനിൽ ഉള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്തു? യുണൈറ്റ് ആയി. രണ്ടാമത്തത്, INCയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും വർക്ക് ടുഗദർ, അല്ലെ, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. മനസ്സിലായോ? അടുത്തത്, ലിസ്റ്റ് ഓഫ് സം സീക്രട്ട് റവല്യൂഷണറി ഓർഗനൈസേഷൻ. ചില രഹസ്യ സംഘടനകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ടേബിളാണ് ഇത്. ഓരോ റവല്യൂഷണറി ഓർഗനൈസേഷൻ, പ്ലേസ്, ലീഡർഷിപ്പ്. ഓരോ റവല്യൂഷണറി ഓർഗനൈസേഷൻ അത് ഏത് പ്ലേസിലാണ് അതിൻ്റെ സ്ട്രോങ് സെൻറ്റർ എന്ന് പറയുന്നത്, പിന്നെ അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെ എന്നുള്ളത്. ഒന്നാമത്തത് അനുശീലൻ സമിതി. അനുശീലൻ സമിതി എവിടെയാ? ബംഗാളിൽ 2 ഉണ്ട് കേട്ടോ. 2 സീക്രട്ട് റവല്യൂഷണറി ഓർഗനൈസേഷൻസ് ആണുള്ളത്. അനുശീലൻ സമിതിയും പിന്നെ യുഗാന്തർ പാർട്ടി. ഇത് 2 ബംഗാളിലാണ്. ഏതൊക്കെയാണ്? അനുശീലൻ സമിതി, യുഗാന്തർ പാർട്ടി. ഇനി അനുശീലൻ സമിതിയുടെ ലീഡർഷിപ്പിലുള്ളത് സചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ആരൊക്കെയാണ്? സചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഇനി യുഗാന്തർ പാർട്ടിയുടെ ആൾക്കാർ രാഷ് ബിഹാരി ബോസും കുദിറാം ബോസും. റാഷ് ബിഹാരി ബോസ്, കുദിറാം ബോസ് എന്നിങ്ങനെ 2 പേര്. ഓക്കെ. ഇനി ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ്? മദ്രാസിലാണ്. എവിടെയാണ്? മദ്രാസിൽ. ഇനി അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർ നീലകണ്ഠ ബ്രഹ്മചാരി, പിന്നെ വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ. ഗദാർ പാർട്ടിയുടെ അത് എവിടെയാണ്? ഏത് സ്ഥലത്താണ്? അമേരിക്കയിലാണ് കേട്ടോ. ഗദാർ പാർട്ടി അമേരിക്ക. അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വ്യക്തി ലാല ഹർദയാൽ. ഗദാർ പാർട്ടി ലാല ഹർദയാൽ. ഏത് സ്ഥലത്താണത്? അമേരിക്കയിൽ. എവിടെയാണ്? അമേരിക്കയിൽ. അപ്പോൾ ഇത്രയാണ് സീക്രട്ട് റവല്യൂഷണറി ഓർഗനൈസേഷൻസും അതെവിടെയാണ് സ്ഥലം, ഏത് സ്ഥലത്താണുള്ളതെന്നും അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതും കേട്ടോ. ഇതൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ടേബിൾസാണ് ഇതിൻ്റെ അകത്തുള്ള ടേബിളുകളെല്ലാം. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക്